അനഘ, നേരത്തെ നമ്മൾ ഈ SDPI പോലെയുള്ള തീവ്ര സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ ഉറക്കെ പറയുന്നു എന്നതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. മാത്രമല്ല ഈ TV അഭിമുഖത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മലപ്പുറം ജില്ലയുടെ വിഭജനം അല്ലെങ്കിൽ തിരൂർ എന്ന് പറയുന്ന ഒരു പുതിയ ജില്ല വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ലീഗ് MLA പറയുന്നത് അനഘ? ഗൗതം, കൃത്യമായി തന്നെ ഇവർ എല്ലാ കാലത്തും ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന ലീഗ് MLAയും പറഞ്ഞിരിക്കുന്നത്. അതായത് മലപ്പുറത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, മലപ്പുറം ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്, യാതൊരുവിധ വികസനവും മലപ്പുറത്തെ തേടി എത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് മലപ്പുറത്തെ വിഭജിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു തവണയെങ്കിലും മലപ്പുറം പോയ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്, റോഡുണ്ട്, അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മറ്റെല്ലാ ജില്ലകളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. മലപ്പുറത്തേക്കാൾ വികസനം കുറഞ്ഞിട്ടുള്ള മറ്റ് പല ജില്ലകളും കേരളത്തിലുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഉന്നയിക്കുന്നത് സർക്കാർ മലപ്പുറത്തെ അവഗണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ വിഭജിച്ചുകൊണ്ട് 2 ജില്ലയാക്കണം എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനുന്നയിക്കുന്നതാകട്ടെ മലപ്പുറത്തിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ഇതിനോട് ചേർത്ത് വെച്ചെന്ന് പറയാനുള്ളത് 1969 ജൂൺ 18 മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത്. ഈ സമയത്ത് മലപ്പുറത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 14 ലക്ഷം മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ നടന്ന സെൻസസ് പ്രകാരം 50 ലക്ഷത്തിലധികം ആളുകൾ മലപ്പുറത്തുണ്ട് എന്നതാണ്. അതായത് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ SDPI പോലുള്ള 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മുഖമുള്ള SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള സംഘടനകളാണ് പറയുന്നത് മലപ്പുറത്തെ 2ആയി വിഭജിക്കണം. അതായത് മലപ്പുറം തിരൂർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ജില്ല ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇവർ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കൃത്യമായിട്ട് അത് വ്യക്തമാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം, അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയെ വിഭജിക്കണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതിന് ഇത്രയും കാലം ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു ലീഗ് കൂട്ടുനിന്നത്. എന്നാൽ ഇപ്പോൾ പരസ്യമായി പ്രത്യക്ഷത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഈ ആവശ്യവുമായി രംഗത്ത് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റ് പാർട്ടികളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഈ ഒരു പാർട്ടി ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയും ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ്. അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമാണെങ്കിൽ മറ്റ് പാർട്ടികൾ, ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി മുന്നോട്ട് വരുമായിരുന്നു. പക്ഷേ ഈ 2 പാർട്ടിയോടും ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ്, അതായത് പേരിൽ തന്നെ മതം പറയുന്ന മുസ്ലിം ലീഗാണ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന അതേ മുസ്ലിം ലീഗാണ് മലപ്പുറത്തെ വിഭജിച്ച് 2 ജില്ലകളാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനവർ ഉന്നയിക്കുന്നത് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാത്ത, അതായത് മലപ്പുറത്തിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്തെ വിഭജിക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വിഭജനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഈ മലപ്പുറത്തെ ഇന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം മലപ്പുറത്തെ 2ആയി വിഭജിച്ചു കഴിഞ്ഞാൽ നാളെ അവർ മറ്റൊരാവശ്യവുമായി വരും. സ്വന്തം രാജ്യം വേണമെന്നും സ്വന്തം സംസ്ഥാനം വേണമെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുമെന്ന വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. എന്തായാലും ഈ മുസ്ലിം ലീഗ് ഇത്ര പ്രത്യക്ഷമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗിന്റെ MLA തന്നെ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അറിയേണ്ടത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നാണ്. അതായത് എല്ലാ കാലത്തും സർക്കാർ ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾ ഏതെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു വരുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കുന്ന, എല്ലാ രീതിയിലും മതപ്രീണന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടതുപക്ഷം ഇനി എന്ത് നിലപാടാണ് എടുക്കുക, എന്ത് പ്രതികരണമാണ് മുന്നോട്ട് വെക്കുക എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും മലപ്പുറത്തെ വിഭജിക്കണമെന്നൊരാവശ്യം അത് വീണ്ടും മുസ്ലിം ലീഗ് ഉയർത്തുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ MSF അതുപോലെ തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി അതിതീവ്രമായിട്ടുള്ള ആശയങ്ങൾ മുസ്ലിം രാജ്യം വേണമെന്ന, ഈ ഭാരതത്തെ വിഭജിച്ചുകൊണ്ട് സ്വന്തമായ ഒരു മുസ്ലിം രാജ്യം ആക്കണം അല്ലെങ്കിൽ മുസ്ലിം രാജ്യം വേണമെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ ഈ ഒരു ആവശ്യത്തിനൊപ്പം നിൽക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും ഇനി ഇടതുപക്ഷത്തിന്റെ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ആ വിഭജനത്തിന്റെ രാഷ്ട്രീയം വീണ്ടും ഉയർത്തുകയാണ് മുസ്ലിം ലീഗ്. 1947 രാഷ്ട്ര വിഭജനത്തിന് കാരണക്കാരായ അതേ ലീഗിന്റെ
വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് വീണ്ടും മലപ്പുറം ജില്ലയിൽ നമ്മൾ കാണുന്നത്. അത് ലീഗിൻ്റെ MLA മാർ തന്നെ, മുസ്ലിം ലീഗിൻ്റെ MLA മാർ തന്നെ ഇപ്പോൾ തിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ജില്ല വേണം, മലപ്പുറത്തിന് അർഹമായ പരിഗണന കേരളത്തിൽ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് പുതിയ ജില്ലാ സങ്കല്പത്തിന് രൂപം കൊടുക്കുകയാണ് SDPI. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, പഴയ NDF, സിമി തുടങ്ങിയ അതിതീവ്ര മുസ്ലിം സ്വഭാവമുള്ള സംഘടനകൾ പല കാലഘട്ടങ്ങളിലായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി ഇപ്പോൾ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുകയാണ്. അനഘ ഹർഷനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ പുത്തൻ പുലരിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്. ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രതികരണങ്ങൾ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലും വരുന്നുണ്ട്. സുനിത എന്ന പ്രേക്ഷക പറയുന്നത്, ജില്ല രൂപീകരിച്ചാൽ രാജ്യത്തിനകത്ത് ശത്രുവിനെ വളർത്തുന്നത് പോലെ ആയിരിക്കും എന്നുള്ളതാണ്. ശശി CR എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, എല്ലാ പ്രശ്നവും തീർക്കാൻ അതിന് ആണുങ്ങൾ ഭരിക്കണം, അതിനുവേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡൽഹിയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ഭരണാധികാരികളെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകാശൻ വേലുക്കുട്ടി എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, വൈകില്ല മലപ്പുറം രാജ്യം വേണമെന്ന് പറയുമെന്നുള്ളതാണ്. അത് ശരിയാണ്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആദ്യം അവർ താമസിക്കുന്ന സ്ഥലത്തൊരു ചെറിയ പോക്കറ്റ് അവരുടേതാക്കാൻ ശ്രമിക്കും. അതിനുശേഷം പിന്നീട് ജില്ല എന്ന സങ്കല്പത്തിലേക്ക് അവരെത്തും, പിന്നീട് സംസ്ഥാനമാകും, പിന്നീട് ഞങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം മതി എന്നൊരു സങ്കല്പത്തിലേക്കൊക്കെ എത്തും. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ കാണുകയും അതിനെ തുടർന്ന് നടക്കുന്ന കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തുമുള്ളത്. അതിനാൽ ആ പ്രേക്ഷകൻ പറയുന്നത് ശരിയാണ്. പിന്നീട് അതൊരു രാജ്യമെന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കാം. അതിനാൽ തന്നെ ഇത്തരം വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ നമ്മുടെ ദേശീയ സംഘടനകളൊക്കെ തന്നെയുണ്ട്. അത്തരം രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ചർച്ച തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മളിവിടെ നടത്തിയത്.